ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും. അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ നിങ്ങൾക്ക് തരും. എൻ്റെ ഹൃദയത്തിനിണങ്ങിയ, ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ അവിടുന്ന് നമുക്ക് തരും. അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ദൈവജനമായ നമ്മളെ പാലിക്കും. അങ്ങനെയാണ് ജെറമിയ പ്രവാചകൻ്റെ വാഗ്ദാന വചനങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദാന വചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഒരു തിന്മയിലേക്ക് പോയ ദൈവജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് പറയുന്നിടത്താണ് ഇങ്ങനെ പറയുന്നത്: നിങ്ങൾ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ നിങ്ങൾക്ക് തരുമെന്ന്. നമ്മളുടെ തിരുസഭയിലെ പുരോഹിതന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവജനത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ദൈവജനം ആഗ്രഹിക്കുന്നത് അവരുടെ ഹൃദയത്തിനിണങ്ങിയ അച്ഛന്മാരെയാണ്, തങ്ങൾക്കിഷ്ടപ്പെട്ട അച്ഛന്മാരെയാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട അച്ഛന്മാരാണോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. പലപ്പോഴും ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളുടെ പുരോഹിതർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവരെ തള്ളിക്കളയുന്ന രീതി പലപ്പോഴും ദൈവജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും നമ്മളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് അവിടുത്തെ തിരുഹിതത്തിനനുസരിച്ച ഇടയന്മാരെ കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.